ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ ഇബാദത്തുകളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരണസമയത്ത് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള സൗഭാഗ്യം അല്ലാഹു ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള ബറക്കത്ത്, അനുഗ്രഹം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ആ ബറക്കത്ത് എങ്ങനെ നേടിയെടുക്കണം എന്നതിനെ കുറിച്ചുമാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം നമുക്ക് തീർച്ചയാണ്, അള്ളാഹുവിന്റെ നിഅമത്തും റഹ്മത്തും ബറക്കത്തും ഇല്ലാതെ ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നോക്ക്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ബൈനമാ അയ്യൂബ് അലൈഹിസ്സലാം യഖ്തസിലു ഉരിയാനൻ ഫഖറ അലൈഹി റിജ്ലു ജറാദിൻ മിനൽ ദഹബ്. അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരിക്കൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോ ആ കുളിക്കുന്ന സ്ഥലത്തേക്ക് വെട്ടുകിളിയുടെ കാലുകൾ, സ്വർണത്തിന്റെ കാലുകൾ ആകാശത്തിൽ നിന്ന് വീഴാൻ തുടങ്ങി. ഫജഅല യഹ്ശ ഫീ സൗബിഹി, അദ്ദേഹം തന്റെ വസ്ത്രത്തിൽ അങ്ങനെ അത് വാരിക്കൂട്ടാനും ശ്രമിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിയെ വിളിച്ച് പറയുന്നുണ്ട്, അലം അകുൻ അഗ്നിയതക അമ്മാ തറ, ഈ കാണുന്ന സ്വർണത്തെക്കാൾ ഒട്ടനവധി നിഅമത്തുകൾ താങ്കൾക്ക് ഞാൻ നൽകിയില്ലേ? റിസാലത്ത് നൽകി, നുബുവത്ത് നൽകി, ഹിദായത്ത് നൽകി, തൗഹീദിൽ ജീവിക്കാനുള്ള സൗഭാഗ്യങ്ങൾ നൽകി, അതിനു പുറമെ അനുഗ്രഹങ്ങളൊക്കെ നൽകി. എന്നിട്ടും ഇത് വാരിക്കൂട്ടുകയാണോ എന്ന് റബ്ബ് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുക. അപ്പൊ അയ്യൂബ് നബി പറയുന്നുണ്ട്, വലാകിൻ ലാ ഗിനാ ബി അൻ ബറകതിക്, അല്ലാഹുവേ നിന്റെ ബറക്കത്ത് വേണ്ടെന്ന് വെക്കാനുള്ള ധന്യത ഒന്നും എനിക്കില്ല. നീ എന്ത് നൽകിയാലും, ദുനിയാവിന്റെ വിഷയത്തിലായാലും ആഖിറത്തിന്റെ വിഷയത്തിലായാലും, എത്ര ബറക്കത്ത് നൽകിയാലും ഞാനത് സ്വീകരിക്കും. അവിടെയുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. എന്താണെന്നറിയോ? ലാ ഗിനാ ലനാ അൻ ബറകത്തില്ല, അല്ലാഹുവിന്റെ ബറക്കത്ത് വേണ്ടെന്ന് വെക്കാനുള്ള ധന്യത നമുക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ബറക്കത്ത് കൊടുക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹു വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും. അത് എത്രയാണെങ്കിലും നമുക്ക് സ്വീകരിക്കാം എന്നർത്ഥം. നമുക്ക് ധന്യതയുണ്ടെങ്കിൽ ആ ധന്യതയേക്കാൾ കൂടുതൽ വീണ്ടും വീണ്ടും അല്ലാഹു ബർക്കത്ത് നൽകിയാൽ അത് നമ്മൾ സ്വീകരിക്കണം. അതുകൊണ്ട് ഏറ്റവും അല്ലാഹുവിനോട് നമ്മൾ ബർക്കത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നടത്തിയ പ്രാർത്ഥനകളിൽ ഭൂരിഭാഗം പ്രാർത്ഥനകളും ജീവിതത്തിൽ ലഭിക്കാനുള്ള ബർക്കത്തിനെ കുറിച്ചായിരുന്നു. ഇന്നൊരാൾക്ക് നല്ല ജോലി കിട്ടി, അതല്ലെങ്കിൽ അല്ലാഹു മക്കളെ നൽകി, നല്ല വീടും വാഹനവും ദുനിയാവിൽ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി, അതിൽ അസൂയപ്പെടുന്ന ആളുകളുണ്ട്. അയൽവാസികളുണ്ട്, കുടുംബക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. എന്ത്? ഒരാൾക്ക് ഒരു അനുഗ്രഹം, ഒരു ബറക്കത്ത് അല്ലാഹു നൽകിയാൽ അതിൽ അസൂയപ്പെടാം, അവനെ തകർക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. വലിയ തെറ്റാണ് സഹോദരങ്ങളെ. നമ്മളെപ്പോഴും അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകുമ്പോൾ ശരിക്കും നമ്മൾ മുഅവ്വിദത്തൈനിയൊക്കെ സൂറത്ത് ഇഖ്ലാസ് ഒക്കെ നമ്മൾ പാരായണം ചെയ്യണം.
ഒരാൾ അസൂയപ്പെട്ടാൽ അത് ചിലപ്പോൾ ബാധിക്കും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയപ്പെടുമ്പോഴുള്ള അവന്റെ കെടുതിയിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ ശരണം തേടുന്നു, രക്ഷ ചോദിക്കുന്നു. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരാളിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കുമ്പോ ഒരിക്കലും അസൂയപ്പെടാൻ പാടില്ല. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂട്ടുകാരന് ഒരു ജോലി കിട്ടി, എന്ത് അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്താലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തെന്നറിയോ? അവന് ബറക്കത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കൂ സഹാബത്തെ. ആ വാക്ക് നോക്കൂ നിങ്ങൾ. ഇപ്പൊ നമ്മൾ ഒരാളെ അറിയിക്കാണ്, ജോലി കിട്ടിട്ടോ, അല്ലാഹു യുബാരിക് ഫീക്, ബറക്കല്ലാഹു ഫീക്, അല്ലാഹു നിനക്ക് അനുഗ്രഹം നൽകട്ടെ. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ നമുക്ക് പ്രതിഫലം കിട്ടി, അത് നമുക്കും ബറക്കത്തിന് കാരണമാകും. മറ്റേത് വാശിയും കുറുമ്പുമായി നടക്കുന്ന ആളുകളില്ലേ, അസൂയപ്പെടുന്നവരില്ലേ, അവർക്ക് മക്കളുണ്ടായി, അല്ലാഹു യുബാരിക് ഫീക്. അതുപോലെ തന്നെ അള്ളാഹു സമ്പത്ത് കൊണ്ട് ഒരാളെ ധന്യമാക്കി, അവന് ബറക്കത്തിന് വേണ്ടി ഫല്യദ്ഉ ലഹു ബറക എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കലും നമ്മൾ അസൂയപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞു മൻ അത്അമഹു അല്ലാഹു തആമൻ. ഇപ്പൊ നമുക്ക് നല്ല ഭക്ഷണം കിട്ടി, ഒരാൾ അല്ലാഹു ഭക്ഷണം നൽകി അനുഗ്രഹിച്ചു, ഫല്യഖുൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. നമ്മൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ തിന്മേശയിലേക്ക് പോകും, അതുപോലെ തന്നെ കല്യാണ സദസ്സുകളിൽ, സൽക്കാരങ്ങളിൽ, തന്റെ വീടുകളിൽ വിളമ്പിയ വിഭവത്തിനടുത്തേക്ക് നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കും. പക്ഷേ ആ ഭക്ഷണത്തിലുള്ള ബറക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. ഒന്നുകൂടെ പ്രവാചകൻ പറഞ്ഞു വറുസുഖ്നാ ഖൈറൻ മിൻഹു. ഇതിനേക്കാൾ നല്ല ഭക്ഷണം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അതുപോലെ തന്നെ വമൻ സഖാഉ അല്ലാഹു ലബനൻ. ഒരാൾ അല്ലാഹു പാല് കുടിപ്പിച്ചു, പാനീയങ്ങൾ കുടിപ്പിച്ചു, ഫല്യഖുൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. അതിലും ശരിക്ക് അല്ലാഹുവിനോട് നമ്മൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താ? അല്ലാഹു അനുഗ്രഹങ്ങൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പൊ നമുക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുമ്പോ, ബിസ്മി ചൊല്ലി നമ്മൾ ആ ഭക്ഷണം കഴിക്കുമ്പോ, അതിന് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുമ്പോ, അതിൽ ബറക്കത്തിന് വേണ്ടിയും നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ചില ആളുകൾ ഭക്ഷണം തരും, ആ ഭക്ഷണം നൽകിയ ആളുകൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. അവന്റെ ജീവിതത്തിൽ, അവന്റെ സമ്പത്തിൽ, അവന്റെ ജോലിയിൽ അള്ളാഹു അവന് നീ ബറക്കത്ത് കൊടുക്കണേ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കൽ പ്രവേശിക്കുക. ഫഅതതുഹു ബിതംറിൻ. കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവന്നു. പ്രവാചകൻ പറഞ്ഞു ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. അങ്ങനെ പ്രവാചകൻ സുമ്മ ഖാമ നാഹിയതൻ മിൻ ബൈതി ഫസല്ല ഗൈറൽ മഖ്തൂബ. ഉമ്മു സുലൈമിന്റെ വീട്ടിൽ വെച്ച് തന്നെ നിർബന്ധ നമസ്കാരമല്ലാത്ത ഒരു സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു. എന്നിട്ട് ഫദഅലി ഉമ്മു സുലൈം വ അഹ്ലി ബൈതിഹാ. ഉമ്മു സുലൈമിനെയും വീട്ടുകാരെയും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പൊ നമ്മളുണ്ടാവും, ഒരാള് നമ്മളെ ചിലപ്പോ എന്തെങ്കിലും പരിപാടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കും, നമ്മൾ നേരെ പോയി ഭക്ഷണം കഴിച്ച് നേരെ തിരിച്ചു പോരും. പക്ഷെ ആ മനുഷ്യന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു ഏർപ്പാടുണ്ട്. ചില ആളുകള് ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എന്നിട്ട് പണം വാങ്ങി തിരിച്ചു പോകുന്ന ഒരു ഏർപ്പാട് ഒരുപാട് കാലം മുതൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ആ പണമല്ല നമ്മൾ അവിടെ ആഗ്രഹിക്കേണ്ടത്. രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ഓരോ വീടുകളിലേക്ക് മാറി മാറി ഭക്ഷണത്തിന് പോകുന്ന ചില ആളുകൾ, ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവരെ കുറ്റപ്പെടുത്തില്ല. ആ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പ്രാർത്ഥന നടത്തും. ആ പ്രാർത്ഥന കഴിഞ്ഞ് അവർ ക്യാഷ് വാങ്ങും, പണം വാങ്ങും. അതിനു വേണ്ടിയിട്ടാണോ? അല്ല, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുശേഷം ഉമ്മു സുലൈം പ്രവാചകനോട് പറയുന്നുണ്ട്, എന്റെ മകൻ
അനസ്, ആ അനസിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ പ്രാർത്ഥിക്കണം ട്ടോ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുമ്മ ർസുഖ്ഹു മാലൻ വവലദൻ വബാരിക് ലഹു. അനസിന് നീ ഉപജീവന മാർഗം നൽകണം, സമ്പത്ത് നൽകണം, മക്കളെ നൽകണം എന്നൊരു പ്രാർത്ഥന ഉമ്മു സലൈമിന്റെ മകന് വേണ്ടി ആ വീട്ടിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയാണ്, ഫഇന്നി ലഅമിന അക്സറ അൽ അൻസ്വാറ മാലൻ. ആ അനസ് എന്ന് പറയുന്ന വ്യക്തി ഉമ്മു സലൈമിന്റെ മകൻ പാവപ്പെട്ട ഒരാളായിരുന്നു. പിന്നെ സമ്പത്ത് വർദ്ധിച്ചു, ഏകദേശം 100 വർഷത്തിലധികം ജീവിച്ചു എന്ന് പറയപ്പെടുന്നു. അള്ളാഹു ആരോഗ്യം നൽകി, നല്ല ആയുസ് നൽകി, അതുപോലെ തന്നെ സമ്പത്തിൽ ബർക്കത്ത് നൽകി, മക്കളിൽ അള്ളാഹു ബർക്കത്ത് നൽകി. ആരുടെ പ്രാർത്ഥന കൊണ്ട്? റസൂലിന്റെ പ്രാർത്ഥന കൊണ്ട്. അപ്പൊ നമുക്ക് ഒരു അനുഗ്രഹം നൽകിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം നൽകിയാൽ, ആ അനുഗ്രഹത്തിൽ നമുക്ക് ശുക്ർ ചെയ്യുക, നന്ദി കാണിക്കുക. അത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു മടിയും കൂടാതെ, അവിടെ നമ്മൾ അസൂയ വെക്കാതെ, അവന് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിനോട് സഹാബത്ത് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നശ്ബഅ. ഞങ്ങൾ പല സമയങ്ങളിലായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ലാ നശ്ബഅ, വയറ് നിറയാറില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വയറ് നിറയാറില്ല. അപ്പൊ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലഅല്ലകും തതഫക്കറൂൻ. നിങ്ങള് ഒരുമിച്ചല്ലാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? വീട്ടിൽ അതല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്ന സമയത്തൊക്കെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, ഇജ്തമഉ അലാ തുആമിക്കും. നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരുമിച്ച് കൂടുക. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? അതിലൊരു ബറക്കത്തുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു സന്ദർഭം നിങ്ങൾ നോക്കൂ. ഉപ്പ വേറെയായിരിക്കും, ഉമ്മ വേറെയായിരിക്കും, മക്കള് വേറെയായിരിക്കും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവരുണ്ട്. അങ്ങനെ ഇജ്തമഉ, നിങ്ങൾ ഒരുമിച്ചിരുന്നാൽ അള്ളാഹുവിന്റെ ബറക്കത്ത് നിങ്ങൾക്കുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതല്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയൂല. അതുപോലെ തന്നെ മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, അൽ ബറക്കത്തു മഅ അകാബിരിഹിം. നിങ്ങളിൽ മുതിർന്ന ആളുകളുണ്ടല്ലോ, പ്രായത്തിൽ മുതിർന്ന ആളുകളുടെ കൂടെയാണ് ബറക്കത്ത്. ചില ആളുകള് നമ്മുടെ സമൂഹത്തിലുള്ള മുതിർന്ന ആളുകൾക്ക് ഒരു പ്രാധാന്യവും പ്രത്യേകതയൊന്നും കൊടുക്കൂല. പ്രത്യേകിച്ച് കുടുംബത്തിലെ പ്രായമായ മാതാപിതാക്കളുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അമ്മാവന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പക്ഷെ അവരുടെ വാക്കുകൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കൂല. അവരെ അംഗീകരിക്കാത്ത ചില ആളുകളുണ്ട്. എന്താണെന്നറിയോ? ഒരു ബറക്കത്തും കിട്ടൂല. നമ്മളെ വളർത്തിയ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോ, നമ്മൾ വീട് വെക്കാൻ ആലോചിക്കുന്ന സമയത്ത്, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്ന സമയത്ത്, എന്ത് പുതിയ കണ്ടെത്തലുകളും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത്, ആ മാതാവിനോടും പിതാവിനോടും ഒരു അഭിപ്രായം നമ്മൾ ചോദിക്കാറുണ്ടോ? അവരെ പരിഗണിക്കാറുണ്ടോ? അൽ ബറക്കത്തു മഅ അകാബിരിഹിം. നിങ്ങളിൽ മുതിർന്ന ആളുകളുടെ കൂടെയാണ് ആ ബറക്കത്തുള്ളത്. അവരുടെ അഭിപ്രായത്തെ നിങ്ങൾ പരിഗണിക്കണം, അവരുടെ അഭിപ്രായത്തെ നിങ്ങൾ മാനിക്കണം. എങ്കിൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിലുടനീളം ആ ബറക്കത്ത് പ്രദാനം ചെയ്യും. വലിയ വിഷയമാണ്. നിങ്ങൾ നോക്കൂ, ചില ആളുകൾ സമ്പാദിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, നല്ല പൈസ ഉണ്ട്, പക്ഷെ അവരെന്നെ പറയും പൈസ കയ്യിൽ നിൽക്കുന്നില്ല. എന്താ കാരണം? ബറക്കത്ത് നഷ്ടമാകുന്ന ചില പ്രവർത്തനങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. ഒരു മാസം ശമ്പളം കിട്ടിയാൽ പിന്നെ അവന്റെ മറ്റുള്ള ആവശ്യങ്ങൾക്കൊന്നും ആ പണം തീർന്നു പോവുകയാണ്. ഉപയോഗപ്പെടുത്താന് അവന് പണം കിട്ടുന്നില്ല, ബറക്കത്തില്ല എന്ന് പല ആളുകളും പറയാറുണ്ട്. ആ ബറക്കത്ത് നമ്മൾ നേടേണ്ടത് എങ്ങനെയാണ്? ഇന്ന മിൻ അജ്ലാലില്ലാഹി തആല ഇക്റാമു ദി ശൈബത്തി മുസ്ലിം.
മുസ്ലിമായ മുടി നരച്ച പ്രായം ചെന്ന ആളുകളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ പരിഗണിക്കണം, അവരുടെ അഭിപ്രായത്തെ നിങ്ങൾ മാനിക്കണം. എങ്കിൽ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് പ്രദാനം ചെയ്യും. ഒരുപാട് വിഷയങ്ങൾ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. പ്രഭാത സമയത്ത് എന്റെ ഉമ്മത്തിന് നിങ്ങൾ അല്ലാഹുവേ ബറക്കത്ത് കൊടുക്കണേ. പ്രഭാത സമയം എന്ന് പറയുന്നത് നല്ലൊരു സമയമാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്, ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈന്യത്തെ, ഒരു യാത്രാ സംഘത്തെ, ഒരു കച്ചവട സംഘത്തെ ഒക്കെ പറഞ്ഞയക്കുകയാണെങ്കിൽ അത് രാവിലെ എന്ന് പറയുന്ന സമയത്തെ അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിക്കുന്ന പറഞ്ഞു. അത് മറ്റൊരു സമയത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ പുതിയ വീട് വെച്ചു, ആ വീടിൽ നമ്മൾ കയറിയിരിക്കുന്നത് ചില ആളുകൾ പ്രഭാതത്തിൽ വെക്കാറുണ്ട്. എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. ആ പ്രഭാത സമയത്ത് അള്ളാഹു അനുഗ്രഹിച്ച സമയമാണ്. രാത്രി നമ്മള് ടിവിയും സിനിമയും എല്ലാം കണ്ട് മൊബൈലിലൊക്കെ കളിച്ച് രാവിലെ എണീക്കാതെ എത്രയോ സമയം കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. രാത്രി ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചല്ല പറഞ്ഞത് കേട്ടോ. രാത്രി ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചല്ല പറഞ്ഞത്. അവർക്ക് അവരുടെ ജോലിയുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിരിക്കാം ചിലപ്പോൾ രാവിലെ കിടന്നുറങ്ങേണ്ടി വരും. അതല്ലാതെ സുബ്ഹി നമസ്കാരമൊക്കെ നഷ്ടപ്പെടുത്തി രാവിലെ ഒരുപാട് സമയം കിടന്നുറങ്ങുന്ന ഒരു പ്രവർത്തനത്തിനും മുതിരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടൂല. ആ സമയം അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അത് അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകിയ ഒരു സമയമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മറ്റൊരു വിഷയം അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി, അസ്ദിഖു ഫിൽ മുആമല. നിങ്ങൾ ഇടപാടുകളിൽ സത്യസന്ധത നിങ്ങൾ പാലിക്കണം. അത് പ്രത്യേകിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്ന, കച്ചവടം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖാ ഫഇൻ സദഖ വബയ്യന വബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ. ഒരാള് കച്ചവടം ചെയ്യുന്ന സമയത്ത്, ഒരു കാറ് കച്ചവടം ചെയ്യാണ്, അതുപോലെ തന്നെ വീട് വിൽപ്പനക്ക് വെക്കുകയാണ്, ഭൂമി കച്ചവടം ചെയ്യാണ്. ആ സമയത്ത് എന്തൊക്കെയാണോ കുറവുകൾ ഉള്ളത് ആ കുറവ് അവൻ പറഞ്ഞ് കച്ചവടം ചെയ്താൽ അതിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് അള്ളാഹു നൽകും. അവിടെ പ്രോഫിറ്റ്, ലാഭം കുറച്ച് കുറവായിരിക്കും. ലാഭം കുറവാണെങ്കിലും ഇന്ന വണ്ടിക്ക് ഇന്ന ന്യൂനതയുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ ശരിയാക്കണം എന്നിട്ട് ആ സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്ത് നോക്കൂ. സത്യം പറഞ്ഞുകൊണ്ടൊരു ഭൂമി നിങ്ങൾ കച്ചവടം ചെയ്ത് നോക്കൂ. സത്യം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കടകളിലുള്ള സാധനം നിങ്ങൾ വിറ്റ് നോക്കൂ. നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ചെയ്തു നോക്കൂ. അള്ളാഹുവിന്റെ ബർക്കത്ത് അങ്ങനെ അള്ളാഹു നൽകും. അത് അവസാനിക്കില്ല. പക്ഷേ കളവ് പറഞ്ഞുകൊണ്ട് ന്യൂനത വെളിപ്പെടുത്താതെയാണ് ഒരാൾ കച്ചവടം ചെയ്തതെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ അവന് ഒരുപാട് പണം കിട്ടും, പക്ഷേ അവന്റെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്തിനെ തടയും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ബറക്കത്തിനെ തടയപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കൂല. പ്രത്യേകിച്ച് വേറൊരാൾക്ക്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വേറെ ഒരാൾക്ക് അള്ളാഹു നിഅമത്ത് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒരിക്കലും ഹസദ് പാടില്ല. അൽ ഹസദു യഅകുലുൽ ഹസനാത് കമാ യഅകുലുൻ നാറുൽ ഹതബ. തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ അസൂയ എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മങ്ങളെ തിന്നു തീർക്കും. അതൊരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അസൂയ എന്ന് പറയുന്ന, ഹസദ് എന്ന് പറയുന്ന ദുർഗുണം. ഒരാള് നല്ല വാർത്ത നമ്മളിലേക്ക് പറയാം, എനിക്കൊരു കുട്ടി ഉണ്ടായി, എനിക്കൊരു ജോലി കിട്ടി, ഞാൻ ഇന്ന സ്ഥലത്ത് ഒരു ഭൂമി വാങ്ങിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നുണ്ട്. അപ്പൊ അവന്റെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. ആ അസൂയപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകം നമ്മളോട് പ്രാർത്ഥിക്കാനോ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ? അല്ലാഹുവേ, ഇവന് ഈ നൽകിയതിൽ നീ ബറക്കത്ത് കൊടുക്കണേ. അത് പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ബറക്കത്തിനും കാരണമാകും. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ അത് റിസ്ഖിൽ, നമ്മുടെ ഉപജീവന മാർഗത്തിലാകട്ടെ, അതുപോലെ തന്നെ മാലിൽ, സമ്പത്തിലാകട്ടെ, നമ്മുടെ ആയുസ്സിൽ, ഏത് മേഖലയിലാകട്ടെ, അവിടൊക്കെ റബ്ബിന്റെ ബറക്കത്ത്, അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ജീവിതത്തിലൂടെ നമ്മളൊരു പ്രാർത്ഥന തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ബറക്കത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. അല്ലാഹുമ്മ ഇബാരിക് ലനാ, എല്ലാ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്കിൽ അള്ളാഹു അവന്റെ ബറക്കത്ത്, അവന്റെ നിഅമത്ത്, അവന്റെ റഹ്മത്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു പ്രദാനം ചെയ്യും. അള്ളാഹു അവന്റെ ബറക്കത്ത് പ്രദാനം ചെയ്യുന്ന, അവന്റെ ബറക്കത്ത് നൽകുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില കാര്യങ്ങൾ പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. അതിലൊന്ന് അസ്സലാത്ത്, നമസ്കാരം എന്നുള്ളതാണ്. ആദ്യവും അവസാനവുമായി പറയാനുള്ള ഒരു കാര്യം നമസ്കാരത്തെ കുറിച്ച് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, നമസ്കരിക്കാതെ നടക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം നൽകൂല. നേരെ മറിച്ച് 5 നേരത്തെ നമസ്കാരം കൃത്യമായി ജമാഅത്തോടു കൂടി നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവന്റെ ജീവിതത്തിൽ അല്ലാഹു അവന് ബറക്കത്ത് പ്രദാനം ചെയ്യും. ആ നമസ്കാരം ബറക്കത്തിന് കാരണമാണ്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ കർമ്മങ്ങളിൽ അള്ളാഹു നാളെ പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്നത് നമസ്കാരമാണ്. ആര് അത് നന്നാക്കിയോ അവൻ വിജയിക്കും, ആരത് നന്നാക്കിയിട്ടില്ലേ അവൻ പരാജയപ്പെടും. അപ്പൊ ആദ്യം നമ്മുടെ കർമ്മങ്ങളിൽ വിചാരണ ചെയ്യുന്ന നമസ്കാരത്തെ കുറിച്ച് തന്നെ നമ്മളൊന്ന് ആലോചിക്കുക. അത് എന്റേത് കൃത്യമാണോ? എന്നിട്ട് നമ്മൾ പറയും, എനിക്കത് അനുഗ്രഹം നൽകുന്നില്ല, അതല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ബറക്കത്തില്ല, ഒക്കെ നഷ്ടപ്പെട്ടു പോവാണ്. ആ നമസ്കാരം മുറപ്രകാരം നിങ്ങൾ തുടർച്ചയായി നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് കേട്ടോ, പ്രവാചകൻ പറഞ്ഞു, രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പൊ സമ്പത്തിന്റെ വിഷയത്തില് ചില ആളുകൾ റബ്ബിനെ തീരെ സൂക്ഷിക്കാറില്ല. അവരുടെ ജീവിതത്തില് പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഉണ്ടാവും, ലോൺ എടുക്കുന്നവരുണ്ടാവും, പണയം വെക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ പലിശക്ക് പണം കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും, ഹറാമായ രൂപത്തിൽ പണം സമ്പാദിക്കുന്നവരുണ്ടാകും. നോക്കൂ, ഇന്ന് ലോകത്ത് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ, ഹറാമും ഹലാലും വ്യക്തമാണ്. ഇപ്പൊ നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും, ഞാൻ സമ്പാദിക്കുന്നത് ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ? അത് ഹറാമിൽ നിന്നാണ് മാറ്റി നിർത്തുക. ഹറാമിലൂടെ ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റും, പക്ഷെ അതിൽ ബറക്കത്ത് ഉണ്ടാവില്ല. ഹലാലിൽ നിന്നാണെങ്കിലോ ചിലപ്പോ കുറവായിരിക്കും, അതിൽ ബറക്കത്ത് ഉണ്ടാവും. അപ്പോ സമ്പത്തിന്റെ മാർഗത്തിലാകട്ടെ, അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലാകട്ടെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ എന്താ അള്ളാഹു പറയുന്നതെന്നറിയോ? ശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം ഒരാൾ സൂക്ഷിച്ച് ജീവിച്ചാൽ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അവൻ അല്ലാഹു ജീവിതത്തിൽ ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിലൂടെ അള്ളാഹു അവന് റിസ്ക് നൽകും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ഏത് ഘട്ടത്തിലും ഒരു തിന്മയിലേക്ക് കിടക്കും എന്റെ റബ്ബ് ഇത് കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അവന്റെ ചിന്തയിലോട്ട് കൊണ്ടുവന്ന തിന്മയിൽ നിന്ന് മാറി നിന്ന് അവന്റെ ജീവിതത്തിലുടനീളം റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു സ്ഥലത്തും അവൻ ബുദ്ധിമുട്ടൂല. എന്തെങ്കിലും പോംവഴി അള്ളാഹു കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, വയർസുഖുഹു
മിൻ ഹൈസു ലാ യഹ്തസിബ്. ഖുർആന്റെ വചനം. അവൻ ഉദ്ദേശിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു അവന് ഉപജീവന മാർഗം നൽകും. അതന്നല്ലേ ബറക്കത്ത് സഹോദരങ്ങളെ. അപ്പൊ ആദ്യത്തേത് നമസ്കാരം, രണ്ടാമത്തേത് തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, മൂന്നാമത്തേത് തഅല്ലുമുൽ ഖുർആൻ. നിങ്ങൾ അത്ഭുതങ്ങളുടെ കലവറയായ ആ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. ആ വിശുദ്ധ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക. അതെങ്ങനെ ബർക്കത്തിന് കാരണം എന്നറിയോ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ. അത് മനുഷ്യരെ നിങ്ങളിലേക്ക് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ടാണ് അയക്കുന്നത്. ഇന്ന് നമ്മൾ ഖുർആനിന്റെ പേജ് മറിച്ച് എത്ര ആളുകളുണ്ട്? ഒരായത്ത് നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടോ? ഓരോ നമസ്കാര ശേഷം ഖുർആൻ പാരായണം ചെയ്യുന്നവരാണോ നമ്മൾ? ഓരോ ദിവസമെങ്കിലും നമ്മൾ പാരായണം ചെയ്യുന്ന ആളുകളാണോ? ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു അനുഗ്രഹമായിട്ട് തന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകന്റെ ജീവിതം തന്നെ, സ്വഭാവം തന്നെ ഖുർആനായിരുന്നു. ആ ഖുർആൻ നമ്മൾ നെഞ്ചിലേറ്റിയാൽ, അത് പാരായണം ചെയ്താൽ, അത് പഠിച്ചാൽ, അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കിയാൽ, പ്രവാചകൻ പറയാ അള്ളാഹുവിന്റെ ബർക്കത്ത് അള്ളാഹു നമുക്ക് നൽകും. രണ്ട് കാര്യം കൂടെ. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് തവക്കുൽ. നിങ്ങൾ റബ്ബിൽ പരിപൂർണമായി പരമേൽപ്പിക്കുക. അള്ളാഹു അല്ലാത്ത ഒരാളിലും നിങ്ങൾ പരമേൽപ്പിക്കാൻ പാടില്ല. അത് ജീവിതത്തിൽ ഏത് പ്രയാസഘട്ടങ്ങളായാലും പ്രതിസന്ധികൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും അവിടെ ഇന്നി തവക്കൽതു അലല്ലാഹ്, എന്റെ റബ്ബിൽ ഞാൻ പരമേൽപ്പിച്ചു എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമാകണം. അങ്ങനെ റബ്ബിൽ തവക്കുൽ ചെയ്താൽ എന്താ റസൂൽ പറഞ്ഞതെന്നറിയോ? തഖ്ദു ഖിമാസൻ വതറൂഹു ബിത്വാന. കാലി വയറുമായി കൂട്ടിൽ നിന്നിറങ്ങിയ ഒരു പക്ഷി വയറ് നിറച്ച് തന്റെ കൂട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ടല്ലോ. ആരാ പക്ഷിക്ക് ഉപജീവന മാർഗം നൽകിയത്? ആരാണ് പക്ഷിക്ക് റിസ്ക് നൽകിയത്? ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്നിറങ്ങി അങ്ങനെ ഒരുപാട് സഞ്ചരിച്ച് വൈകുന്നേരമാകുമ്പോൾ വയറ് നിറച്ചൊരു പക്ഷി കൂട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ പക്ഷിക്ക് ഉപജീവനം നൽകിയ റബ്ബാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് അല്ലാഹു ജീവിതത്തിൽ റിസ്ക് നൽകും. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, തവക്കുൽ നിങ്ങൾ ചെയ്യണം റബ്ബില്. ചില ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ അല്ലാഹു കൊടുക്കുമ്പോ അള്ളാഹുവിൽ നിന്ന് തെന്നിമാറി മറ്റുള്ളവരിൽ പരമേൽപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വാഹനങ്ങളിലൊക്കെ കാണാറുണ്ട് തവക്കൽതു അലല്ലാഹ്. എന്താണ് അർത്ഥം? ഞാൻ അള്ളാഹുവിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഒരു വാഹനം എടുക്കുമ്പോൾ അദ്ദേഹം തവക്കൽതു അലല്ലാഹ് എന്ന് എഴുതുന്നത് എന്തുകൊണ്ടാണ്? ഈ വാഹനം അപകടത്തിൽ പെടാൻ പാടില്ല, അതുപോലെ തന്നെ ആക്സിഡന്റ് ആകാൻ പാടില്ല, എനിക്ക് അത് കാരണം ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് തവക്കൽതു അലല്ലാഹ് എന്ന് എഴുതുന്നത്. പക്ഷെ അതിന്റെ കൂടെ അവിടെ അവർ ശിർക്കും കൂടെ ചെയ്യുന്നുണ്ട്. മന്ത്രിച്ചൂതിയ ഒരു ചരടോ റിബണോ ഒക്കെ അവരുടെ വണ്ടിയുടെ താഴത്തും കാണാൻ പറ്റും. അള്ളാഹുവിന്റെ സമന്മാരെ ഉണ്ടാക്കുന്ന അവസ്ഥ. ഒരുപാട് റബ്ബിനോട് തേടിയിട്ട് അള്ളാഹു അതിന് ഉത്തരം കൊടുത്തിട്ടില്ല എങ്കിൽ മറ്റുള്ളവരിലേക്ക് തിരിയുന്ന, മറ്റുള്ളവരിൽ പരമേൽപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ റബ്ബിന്റെ ബർക്കത്ത് ഉണ്ടാവില്ല. നിങ്ങൾ പരിപൂർണമായി റബ്ബിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരമേൽപ്പിച്ചതുപോലെ നിങ്ങൾ പരമേൽപ്പിച്ചു നോക്കൂ, റബ്ബിന്റെ സഹായം ഉണ്ടാകും. തീകുണ്ടാരത്തിലേക്ക് എറിയുന്ന സമയത്ത് മലക്കിന്റെ സഹായം വേണമെന്ന് ചോദിച്ചു ഇബ്രാഹിമിനോട്. എനിക്ക് വേണ്ട, എനിക്ക് മലക്കിന്റെ സഹായം വേണ്ട, എന്റെ റബ്ബിൽ ഞാൻ പരമേൽപ്പിച്ചിരിക്കുന്നു. നോക്കൂ, തീകുണ്ടാരത്തിലേക്ക് നമ്മൾ അങ്ങനെ എറിയാൻ നിൽക്കാണ്. എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കത്തിച്ചാമ്പലാകും. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, മലക്കിന്റെ സഹായം വേണ്ട, എറിഞ്ഞോളൂ. എറിയപ്പെട്ടു. തീനോട് പറഞ്ഞു തണുപ്പും സമാധാനവും ഇബ്രാഹിമിന് നൽകണം. രക്ഷപ്പെടുത്തിയില്ലേ? ആ ഘട്ടത്തിൽ പോലും റബ്ബിനെ പരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ തവക്കുൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ ബർക്കത്തിന് കാരണമാണ്. അവസാനത്തെ ഒരു കാര്യം കൂടെ, ഇസ്തിഖാമത്ത്. നമ്മൾ ഏത് വിശ്വാസത്തിലാണോ അടിയുറച്ചു നിൽക്കുന്നത്,
ഏത് വിശ്വാസമാണോ സ്വീകരിച്ചിട്ടുള്ളത് അതിൽ ഇസ്തിഖാമത്ത് വേണം, സ്ഥിരത വേണം, ചേഞ്ച് ആവാൻ പാടില്ല. കുറച്ചു ദിവസം ഒരു ആദർശവും പിന്നെ കുറച്ചു ദിവസം വേറൊരു ആദർശവും, അങ്ങനെ നമ്മള് മാറിക്കഴിഞ്ഞാൽ ഒരു ഇസ്തിഖാമത്തില്ല എന്ന് പറയാം, സ്ഥിരത ഇല്ല. അപ്പൊ ഏത് ഘട്ടം വന്നു കഴിഞ്ഞാലും എന്റെ വിശ്വാസത്തിൽ ഞാനൊരു ഇന്ന വിശ്വാസം സ്വീകരിച്ചത് കൊണ്ട് ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മുസ്ലിം ആയതിന്റെ പേരിൽ, മുഅ്മിനായതിന്റെ പേരിൽ സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടാൽ, ജയിലിലടക്കപ്പെട്ടാൽ, എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ഞാൻ ഇസ്തിഖാമത്തോടു കൂടി നിലനിൽക്കുന്ന യഥാർത്ഥ മുഅ്മിന, ആ മനക്കരുത്ത് നമുക്ക് വേണം. നമ്മൾ പൗരത്വ ബില്ലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ? നമ്മൾ നാട് കടത്തുമോ, ജയിലിലടക്കുമോ, നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുമോ, നമ്മൾ പലായനം ചെയ്യേണ്ടി വരുമോ? അങ്ങനെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ മുസ്ലിമിൽ നിന്ന് മറ്റൊരു വിഭാഗത്തിലേക്ക് ഞാൻ പോയാൽ, വേറൊരു മതം മാറിയാൽ എനിക്ക് പ്രയാസം വരൂല എന്ന് പറഞ്ഞു പോകുന്ന ഈമാനില്ലാത്ത ആളുകൾ ഉണ്ടാവും. പക്ഷെ അത്തരം ഘട്ടങ്ങളിൽ നിന്ന് നമ്മുടെ നാടും നമ്മുടെ ജോലിയും നമ്മുടെ വരുമാനവുമുള്ള നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന്, നമ്മുടെ കുടുംബക്കാരുള്ള സ്വന്തം നാട്ടിൽ നിന്ന് മുഅ്മിനായതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയതിന്റെ പേരിൽ നിങ്ങൾ നാളെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ അത് വിട്ട് പോകാനും നിങ്ങൾ തയ്യാറാകണമെന്നതാ ഖുർആനിന്റെ ആശയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയില്ലേ? എന്ത് നിങ്ങൾക്ക് പ്രവാചകന്റെ മാർഗം സ്വീകരിച്ചതിന്റെ പേരിലും, അള്ളാഹുവിനെ മനസ്സിലാക്കിയതിന്റെ പേരിലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളതിന്റെ പേരിലും നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടാലും ആ നഷ്ടം ത്യജിക്കാൻ, സഹിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവിടെയാ ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറയാണ്, വഅല്ലബിസ്തഖാമു അല ത്വരീഖതി ലഅസ്ഖൈനാഉം മാഅൻ ഗദഖാ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇസ്തിഖാമത്തുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് തുടരെ മഴ നിങ്ങൾക്ക് നൽകും. ആ മഴ കിട്ടിയാലാണ് ഇവിടെ നമുക്ക് റിസ്ക് ഉണ്ടാവുക. അതാണ് ബറക്കത്ത് എന്ന് പറഞ്ഞത്. ഒരു മഴ പെയ്തിട്ടില്ലെങ്കിൽ മഴയേ ഇല്ല. എന്തെങ്കിലും സസ്യങ്ങൾ മുളക്കുമോ? നമ്മൾ കഴിക്കുന്ന ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, എന്തൊക്കെയാണോ നമ്മൾ കഴിക്കുന്നതൊക്കെ ഭൂമിയിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകുന്നതാ. ആ മഴയില്ലെങ്കിലോ? അവിടെ മഴ എന്ന് പറയാൻ കാരണം അതാണ്, അത് റിസ്ഖിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ ഇസ്തിഖാമത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തണം. അപ്പൊ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് നമസ്കാരം, അതുപോലെ തന്നെ തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. മൂന്നാമത്തത് ഖുർആനിന്റെ ആളുകളാകുക. 4 തവക്കുൽ, ബരമേൽപ്പിക്കുക. 5 ഇസ്തിഖാമത്ത്, അടിയുറച്ച വിശ്വാസം ഉണ്ടാകുക. അതുണ്ടെങ്കിൽ അത് റബ്ബിന്റെ റഹ്മത്തിനും ബറക്കത്തിനും ഒക്കെ കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ബറക്കത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. അവന്റെ ബറക്കത്തിന് വേണ്ടി നമ്മൾ നമസ്കാരങ്ങളിലും സുജൂദുകളിലും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവന്റെ ബറക്കത്തില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അത് ഇഹലോകത്തും പരലോകത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാം ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما.